ആലത്തൂർ കുത്തനൂർ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ഗായത്രിപ്പുഴയ്ക്ക് കുറുകെയുള്ള വെങ്ങന്നൂരിലെ പ്രധാന പാലം ഗുരുതരമായ സുരക്ഷാ ഭീഷണിയിൽ തുടരുന്നതായി നാട്ടുകാർ. ഇവിടെയുള്ള ജനങ്ങൾ നിരന്തരമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേദനയാണ്. കഴിഞ്ഞ രണ്ട് പ്രളയങ്ങളിലൂടെ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു പാലമാണ് ഈ പാലം. അതിന് ഒരു മേൽ നടപടി സ്വീകരിക്കുകയോ മറ്റ് നടപടികൾ സ്വീകരിച്ചുകൊണ്ട് പാലം പണിയുവാനോ പുതുക്കി പണിയുവാനോ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു വേദനാജനകമാണ്. മാത്രമല്ല, ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഇവിടെ നിരന്തരമായിട്ട് ഭാരമേറിയ വാഹനങ്ങൾ നിരന്തരം കടന്നു പോകുന്നതിലൂടെ ഈ പാലം തന്നെ വലിയ അപകട ഭീഷണിയിലാണ് നിൽക്കുന്നത്. ഇത് എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കുക എന്നുള്ള നിലയിലാണ്. ഒരു നിശ്ചിത ഭാരമുള്ള വാഹനങ്ങളല്ല ദൈനംദിനം കടന്നു പോകുന്നത്. ദൈനംദിനം കടന്നു പോകുന്ന 300ഓളം ഭാരവാഹനങ്ങൾ, അത് വലിയ ഭാരവാഹനങ്ങളാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. ഒരു നിയന്ത്രണമില്ലാതെയാണ് കടന്നു പോകുന്നത്. പ്രളയത്തിൽ തകർന്ന പാലത്തിലെ വരികൾ ഇതുവരെ പുനർനിർമ്മിക്കാത്തത് സ്ഥിതിയെ കൂടുതൽ അപകടകരമാക്കിയിരിക്കുകയാണ്. കൂടാതെ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി പാലത്തിന്റെ കിഴക്ക് വശത്ത് നിലവിലുള്ള പാലത്തിനോട് ചേർന്ന് നിർമ്മിച്ച പൈപ്പുകൾ സ്ഥാപിക്കാനുള്ള പാലം കഴിഞ്ഞ പ്രളയത്തിൽ തകർന്ന പാലത്തിന്മേൽ പതിച്ചതും പാലത്തിന്റെ സുരക്ഷാവസ്ഥ കൂടുതൽ ദുർബലമാക്കിയതായും നാട്ടുകാർ പരാതിപ്പെടുന്നു. മുൻപ് കാലങ്ങളിൽ ആലത്തൂർ, കുത്തനൂർ, അതുപോലെ തന്നെ വെങ്ങന്നൂർ ഭാഗത്ത് ആളുകൾക്ക് ഏറെ യാത്രാ ദുരിതം അനുഭവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടെ കടത്ത് തോണിയാണ് അന്ന് ഉപയോഗിച്ചിരുന്നത്. ഇവിടുത്തെ യാത്രാ സൗകര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു കടവുണ്ടായിരുന്നു. ഇവിടെ ആ കടവിലെ തോണി ഉപയോഗിച്ചുകൊണ്ടാണ് ആളുകൾ അങ്ങാടിയിലേക്ക് പോക്കും വരവും അതുപോലെ തന്നെ അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഓഫീസ് കാര്യത്തിലും അതുപോലെ ആശുപത്രിയിലേക്കാണെങ്കിലും ഒക്കെ പോയി അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിയിരുന്നത് ആ കടത്ത് തോണിയെ ആശ്രയിച്ചുകൊണ്ടായിരുന്നു. അതിനൊരു മാറ്റം അന്നത്തെ കാലത്തെ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകളുണ്ട്. അന്നത്തെ കാലത്തുണ്ടായ ഒരു പാലമാണിത്. ഇത് യഥാർത്ഥത്തിൽ അന്ന് ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു 9 ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ്, ഇന്ന് നിങ്ങൾ ആലോചിക്കണം, വെറും 9 ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു ഒരു പാലമാണ്. ഈ പാലത്തിന് ഇന്നത്തെ പോലുള്ള ശരിക്കും പാലമെന്ന് പറയാൻ പറ്റില്ല. ഇത് റെക്കോർഡിക്കലി കടത്ത് പാലം, കോസ്വേ ബ്രിഡ്ജ് എന്നാണ് ഇതിന് പറയുക. ഞങ്ങൾക്ക് ഈ പാലം തകർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഏത് പോകാൻ വഴിയില്ല, മനസ്സിലായ. പിന്നെ പോകേണ്ടത് ഞങ്ങൾ പിന്നെ ഒരു 3 കിലോമീറ്റർ ചുറ്റിയിട്ട് ചെക്ക് ഡാം പറഞ്ഞ സ്ഥലത്തുണ്ട്. അവിടെ നിന്ന് നോക്കിയാൽ കിഴക്കോട്ട് കാണാം ചെക്ക് ഡാം. ആ ചെക്ക് ഡാമിൽ കൂടെ വേണം പോകണമെങ്കിൽ. അപ്പോൾ എത്രയും അധികാരികൾ ഇതിൽ ഇടപെട്ടിട്ട് ഇത് ഒന്ന് വിലയോപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പഴയ അപകടങ്ങൾ തന്നെ ഈ പാലത്തിന്റെ അവസ്ഥയെക്കുറിച്ചുള്ള മുന്നറിയിപ്പായിരുന്നുവെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. സ്കൂൾ വിദ്യാർത്ഥികളുമായി പോയ ഓട്ടോറിക്ഷ പാലത്തിന് സമീപം മറിഞ്ഞ സംഭവം ഉൾപ്പെടെ നിരവധി അപകടങ്ങൾ ഇവിടെ ഇതിനകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് വലിയ ദുരന്തം ഒഴിവായത് ഭാഗ്യകരമായിരുന്നുവെങ്കിലും അതിനുശേഷം സ്ഥിരപരിഹാര നടപടികൾ സ്വീകരിക്കാത്തത് ശക്തമായ വിമർശനങ്ങൾക്കിടയാക്കിയിരിക്കുകയാണ്. ഇതിനൊപ്പം വർഷങ്ങളായി സമഗ്രമായ അറ്റകുറ്റപ്പണി നടത്താത്തതിനാൽ പാലത്തിൽ വിള്ളലുകളും കോൺക്രീറ്റ് ചിതറലും വ്യക്തമായി കാണപ്പെടുന്നതായും ആരോപണമുണ്ട്. കുടിവെള്ളം ഒരു വിഭാഗത്തിന് തന്നെ കുടിവെള്ളം ഇല്ലാതായിരിക്കുകയാണ് ഇപ്പോൾ കോറി കൊണ്ട്. അപ്പോൾ ആ കോറി ഉള്ളത് കൊണ്ടാണ് ഈ റോഡും പാലത്തിനും ഇത്രയും പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പോൾ കോറി ഇവിടെ വളരെ ദുരിതത്തിലാക്കുന്ന ഒരു ഇതാണ്. നിറയെ കോറികൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഈ വീടുകൾക്കും പരിസരത്തിൽ ഇരിക്കുന്ന കുട്ടികൾക്കും പല അസുഖങ്ങളും ആസ്മപരമായിട്ടുള്ള പല രീതികളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്കിന്നിന് അസുഖങ്ങൾ അങ്ങനെ ഒരുപാട് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പല ദുരിതത്തിൽ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തുള്ള ജനങ്ങൾ. അപ്പോൾ അത് ഇല്ലാതാക്കാൻ ഈ കോറികൾ ഇതിന് ഒരു തടയിടണം. ഇത് പറ്റില്ല ഇവിടെ. അത് ഒരുപാട് ദുരിതത്തിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. റോഡിന് അടുത്ത് താമസിക്കുന്ന ആളാണ് ഞാൻ. ജനലുകളൊക്കെ അടച്ചിടാതെ തുറന്നിട്ടിട്ട് കാലം കുറയായി. കാരണം അത്രയും പൊടിയായിരുന്നു. അതിനൊരു പരിഹാരം ഇപ്പോഴാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ജനലും വാതിലും അടച്ചിടേണ്ട പരിസ്ഥിതിയാണ്. അതുകൊണ്ട് കോറിക്ക് ഞങ്ങൾ എതിരല്ല. പക്ഷേ കോറിയിൽ നിന്ന് പോകുന്ന വാഹനങ്ങൾക്കാണ് എതിരുള്ളൂ, അല്ലാതെ വേറെ ഒന്നും പറയുന്നില്ല. കൂടാതെ അമിത ഭാരവുമായി സഞ്ചരിക്കുന്ന ടോറസ് ലോറികളുടെ നിരന്തര ഓട്ടം പാലത്തിന്റെ ബലം കൂടുതൽ ദുർബലമാക്കുന്നതായും നാട്ടുകാർ പറയുന്നു. ഈ പാത പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലായിട്ടും ആവശ്യമായ അറ്റകുറ്റപ്പണികളും സുരക്ഷാ സംവിധാനങ്ങളും ഉറപ്പാക്കാത്തത് പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരിക്കുകയാണ്. കൈവരികളുടെ അഭാവം പ്രത്യേകിച്ച് രാത്രിയിലും മഴക്കാലത്തും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതായി ചൂണ്ടിക്കാട്ടുന്നു. പ്രതിദിനം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 100 കണക്കിന് പേർ ആശ്രയിക്കുന്ന ഈ പാലം ഏതു നിമിഷവും വലിയ ദുരന്തത്തിന് വഴിവെക്കാമെന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ. ഇനിയും വലിയ അപകടങ്ങൾ സംഭവിച്ചാൽ മാത്രമാണോ നടപടി ഉണ്ടാകുക എന്ന ചോദ്യമാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉയരുന്നത്.
പാലത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ അടിയന്തര സാങ്കേതിക പരിശോധന നടത്തുകയും ഭാരവാഹന ഗതാഗതം നിയന്ത്രിക്കുകയും കൈവരികൾ പുനർനിർമ്മിച്ച സമഗ്രമായ അറ്റകുറ്റപ്പണി നടത്തുകയും വേണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. വലിയ വലിയ പാതകളിലൂടെ കടന്നു പോകുന്ന വലിയ ടോറസ് പോലുള്ള വാഹനങ്ങളാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. ഇത് ഈ 2-3 പ്രളയങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പാലത്തിൻ്റെ അടിഭാഗമൊക്കെ പൂർണ്ണമായ സ്വഭാവത്തിൽ ദ്രവിച്ച് കമ്പിയൊക്കെ പുറത്തു വന്ന് നമുക്ക് പോയി നോക്കിയാലും നമുക്ക് താഴത്ത് പോയി നോക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഇന്നലെ എടുത്ത വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഇതിനെ അടിയന്തരമായി ഇതിൻ്റെ പുനർനിർമ്മാണം നടത്തിയിട്ടില്ലെങ്കിൽ ഇത് വലിയ അപകടാവസ്ഥയിലേക്ക് പോകും. ജനങ്ങൾ ഒറ്റപ്പെട്ടു പോകും. അപകടം സംഭവിച്ച ശേഷം നടപടി സ്വീകരിക്കുന്നതിനേക്കാൾ മുൻകരുതൽ നടപടികൾ കൈക്കൊള്ളുന്നതല്ലേ നല്ലതെന്ന ചോദ്യമാണ് നാട്ടുകാരും യാത്രക്കാരും പ്രദേശവാസികളും ഒന്നടങ്കം ചോദിക്കുന്നത്. UTV ന്യൂസ്, പാലക്കാട്.